അതിശക്ത മഴയിൽ താനൂരിൽ വ്യാപകമായി മരങ്ങൾ വീണ് വീട് തകർന്നു. കിഴക്കേ മുക്കോലയിലും നടുവത്തിത്തോടിനു സമീപവും നിരവധി വീടുകൾക്ക് കേടുപാടുകളും സംഭവിച്ചു. വില്ലേജ് നഗരസഭാ അധികൃതർ സ്ഥലം സന്ദർശിച്ചു. ശക്തമായ മഴയിലും കാറ്റിലും താനൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. താനൂർ 15-ാം ഡിവിഷൻ കിഴക്കേ മുക്കോലയിൽ മരങ്ങൾ കടപുഴകി വീണ് നിരവധി വീടുകളാണ് തകർന്നത്. കാർക്കുളി ചന്ദ്രൻ, കാർക്കുളി ശോഭന എന്നിവരുടെ വീടുകൾ തകർന്നു. പുലർച്ചെ 1:30 ഉണ്ടായ ഈ പ്രദേശത്ത് മരങ്ങൾ വീണത്. ഈ സമയം വീടുകളിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. വീടുകളുടെ മുകൾ ഭാഗം പാടെ തകർന്നു. ഇന്നലെ രാത്രിയുണ്ടായ അതിശക്തമായ കാറ്റിലും മഴയിലും എൻ്റെ ഡിവിഷനിലെ ഒരുപാട് വീടുകൾ തകർന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ 2 വീടുകളും ഒന്നാകെ തകർന്ന നിലയിലാണ് ഇരിക്കുന്നത്. ഒരുപാട് വീടുകളിൽ സർവീസ് ലൈനുകളെല്ലാം പൊട്ടി ഭയങ്കര അവസ്ഥയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്കത്തിൽ ഗോപാലിന്റെ വീട്ടിലെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. തട്ടാൻ വീട്ടിൽ സുനിലിന്റെ വീടും മരം വീണ് തകർന്നു. ചന്ദ്രൻ കാർക്കുളി എന്നവരുടെ വീടിൻ്റെ മുകളിലേക്കാണ് വലിയ 2 മരങ്ങൾ വീണിട്ട് ഒന്നാകെ തകർന്ന നിലയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതേപോലെ ശോഭന കാർക്കുളി അവരുടെ വീടിൻ്റെ പുതിയ വീടായിരുന്നു. ആരുമില്ല, 2 പെൺകുട്ടികളും ഒരമ്മയും മാത്രം താമസിക്കുന്ന ഒരു വീടാണ് അവരുടേത്. പിന്നെ എൻ്റെ ഡിവിഷൻ തന്നെ 3-4 വീടുകളിൽ ഇതേപോലുള്ള സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ രാത്രി ഉണ്ടായ അതിശക്തവുമായിട്ടുള്ള കാറ്റും മഴയും ആണ് ഇതിന് കാരണമായിട്ടുള്ളത്. നടുവത്തിത്തോട് സമീപത്ത് നിരവധി മരങ്ങൾ കടപുഴകി വീണതിനാൽ പല വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. പല വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. നഗരസഭ വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു.